എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ വാരം ഇൻഡോർ സ്റ്റേഡിയത്തിലാണ്. ഇവിടെ ഈ വർഷത്തെ കരാട്ടെ ജില്ലാ ചാമ്പ്യൻഷിപ്പ് നടക്കുകയാണ്. അപ്പൊ അകത്താണ് അതിന്റെ എല്ലാ പരിപാടിയും നടക്കുന്നത്. നമുക്ക് അകത്ത് പോയിട്ട് അതിന്റെ കാഴ്ചകളൊക്കെ കാണാം. അതുപോലെ കരാട്ടേന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മാസ്റ്റേഴ്സിനോടൊക്കെ ചോദിച്ചിട്ട് മനസ്സിലാക്കാം. എന്തായാലും അകത്തേക്ക് പോവാം. ഹായ്, അങ്ങോട്ട് പോയിക്കോട്ടെ. എല്ലാവരും റെഡി ആയിട്ടുണ്ട്. പരിപാടി തുടങ്ങുന്ന നമുക്ക് കാണാം. ഏകദേശം കവർ ചെയ്യും, മിക്കവാറും കുറച്ച് ഭാഗങ്ങളൊക്കെ കവർ ചെയ്യും. എന്തായാലും ബൗൺസേഴ്സ് ഞങ്ങളെ കൂടെ ഉണ്ട്. ഇവരുടെ വലിയ സപ്പോർട്ടും ഒക്കെ ഉണ്ട്. ട്രോഫികളൊക്കെ ചിരിച്ച മുഖമായിട്ട് ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ആരാണ് ഒന്നാം സ്ഥാനത്ത് എന്നുള്ള ആ ഒരു തീരുമാനം മാത്രം അറിഞ്ഞാൽ മതി. ഇപ്പോൾ കപ്പും അതുപോലെ മെഡലും ഒക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ആരൊക്കെയാണ് ഈ കപ്പും മെഡലും കൊണ്ടുപോകുമെന്ന് നമുക്ക് തീർച്ചയായിട്ടും ഒന്ന് കാണുന്നുണ്ട് അല്ലേ. വിശിഷ്ട വ്യക്തികളൊന്നും എത്തിച്ചേർന്നില്ല. എന്തായാലും അതിനു മുന്നേ ഞാനെത്തിയത് കൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കാമെന്ന് വെച്ചു. ഈ മെഡലൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ ഒരു വല്ലാത്തൊരു ആഗ്രഹം തോന്നുന്നു. നമുക്കും ഇതേപോലെ മെഡലൊക്കെ അല്ലെങ്കിൽ ട്രോഫി ഒക്കെ വാങ്ങാനുള്ള ഭാഗ്യം ഉണ്ടെങ്കിലെന്ന് വിചാരിക്കുന്നു. എന്തായാലും കിട്ടുന്നവർക്ക് ആർക്ക് കിട്ടിയാലും വലിയ സന്തോഷമായിരിക്കും അല്ലേ. അടിപൊളി. എന്തായാലും ഒരുപാട് ആൾക്കാർ എത്തിച്ചേർന്നിട്ടുണ്ട്. കരാട്ടെ സ്റ്റുഡൻസും അതുപോലെ പേരൻസും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്കെന്തായാലും മത്സരമൊക്കെ കാണാം. ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ. മത്സരങ്ങളെന്ന് പറഞ്ഞാൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഉണ്ട്. നമുക്ക് ആ കാഴ്ചകളെല്ലാം എന്തായാലും തീർച്ചയായിട്ടും കാണാം അല്ലേ. ഇപ്പം ഒരുപാട് ബൗൺസേഴ്സ് ഉണ്ട്. അപ്പോൾ അവരും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. ശശി പെരുവാൻ, ആദിത്യ, ജിതേഷ്, ജോസഫ് കെ ജെ ബേബി, ടേബിൾ ഋതുനന്ദ, അദ്വൈത് അവരുടെ പൊസിഷനിലേക്ക് വരിക. താങ്ക് യു. തഥാമി നമ്പർ 2 രതീഷ് കുമാർ, കോഴിക്കോട്. സെൻസായി രതീഷ് കുമാർ, വെൽക്കം. നവ്യ ബാലകൃഷ്ണൻ, ധനുഷ്, സൗരഭ്, ശിവനന്ദൻ, അഞ്ജന പി കുമാർ, ടേബിൾ അനൈ ശിവ. താങ്ക് യു. ടേബിൾ അതിഥി അമൈ പ്രശാന്ത്. ഓടേണ്ടി വരുന്നല്ലോ. Tsunami number 4, Sebastian, Kasaragod Jilla. Welcome Sebastian. Alexander Sensai, Amrita, Shigil PK, Freedom Asha, David, Anand, Nivya. എല്ലാവരും അവരുടെ പൊസിഷനിലേക്ക് വരിക. താങ്ക് യു.
Number 1, Sensei Baby, please. കണ്ണൂർ ഡിസ്ട്രിക്ട് സ്പോർട്സ് കരാട്ടെ അസോസിയേഷന്റെ 23ാമത് ജില്ലാ കരാട്ടെ മത്സരമാണ് ഇന്നിവിടെ നടക്കുന്നത്. എല്ലാ പ്രാവശ്യത്തെയും പോലെയല്ല ഈ വർഷത്തെ ജില്ലാ മത്സരം. നമ്മൾ 4 ദിവസങ്ങളിലായിട്ടാണ് മത്സരങ്ങൾ നടത്തിയത്. നവംബർ 16, 17, 18 തീയതികളിൽ പ്രാഥമിക റൗണ്ടുകളും ഡിസംബർ 1 അതായത് ഇന്ന് സെമി ഫൈനൽസും അതുപോലെ സീനിയർ വിഭാഗം മത്സരങ്ങളാണ്. അധികം സന്തോഷം തോന്നുന്നുണ്ട്. 2017 ഞാൻ അവസാനമായിട്ട് ഒരു ജില്ലാ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഇതേ സ്റ്റേഡിയത്തിൽ വെച്ച് തന്നെയായിരുന്നു ആ ജില്ലാ മത്സരം നടന്നത്. അപ്പം അതിൻ്റെ ഓർമ്മയും ഇതിൻ്റെ കൂടെ ഞാൻ പങ്കുവെക്കുന്നു. എൻ്റെ കർത്തവ്യമെന്ന് പറയുന്നത് സ്വാഗതം ആശംസിക്കലാണ്. ആദ്യമായിട്ട് ഇവിടെ ഈ മത്സരം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് ജില്ലാ സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പറായ നമ്മുടെ പ്രിയപ്പെട്ട പി മിനിസ്റ്ററാണ്. സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇവിടെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് നമ്മുടെ അസോസിയേഷൻ പ്രസിഡന്റായ സെൻസൈ ജോസഫ് കെ ജെ ബേബിയാണ്. സെൻസൈനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ വേദിയിലിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഒഫീഷ്യൽസ്, RC ചെയർമാൻ പ്രശാന്ത് കുമാർ CK, കണ്ണൂർ ജില്ലയുടെ വൈസ് പ്രസിഡന്റായ KM മാത്യു സെൻസൈ, നമ്മുടെ ജില്ലയുടെ ട്രഷററായ സുമേഷ് ചാനിയൽ സെൻസൈ, കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയായ സെബാസ്റ്റ്യൻ സെൻസൈ, കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായ രതീഷ് സെൻസൈ, അതുപോലെ രമേശ് സെൻസൈ, മലപ്പുറം ജില്ലാ പ്രസിഡന്റായ ചന്ദ്രൻ സെൻസൈ, അതുപോലെ RC സെക്രട്ടറി ഷിജിൻ സെൻസൈ, ഇവിടെ എത്തിച്ചേർന്ന കണ്ണൂർ ജില്ലയിലെ എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പർമാർക്കും ഒഫീഷ്യൽസിനും ടേബിൾ ഒഫീഷ്യൽസിനും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ മത്സരത്തിന് വേണ്ടി എത്തിച്ചേർന്ന കുട്ടികളെയും രക്ഷിതാക്കളെയും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ജോസഫ് കെ ജെ ബേബി സെൻസൈനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സെക്രട്ടറി എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ഉദ്ഘാടകൻ ദിലീപ് സാറിന് അത്യാവശ്യമായി മറ്റൊരു ചടങ്ങിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കൃത്യസമയത്ത് തന്നെ നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞ ഒത്തിരി സന്തോഷം. ഇവിടെ മത്സരത്തിൻ്റെ ഫൈനൽ ഇന്ന് നടക്കുകയാണ്. പല വേദികളിലായി മത്സരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട കഴിവുറ്റ കുട്ടികൾ ഒരിക്കൽ കൂടി മാറ്റടിച്ച് മെഡൽ ബൗട്ടിൽ മത്സരിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുകയാണ്. എല്ലാവരോടും ഒരുപാട് സന്തോഷത്തോടെ നന്ദി പറയുകയാണ്. നമുക്കിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഒഫീഷ്യൽസ് കാസർഗോഡ് ജില്ലയിൽ നിന്നും, കോഴിക്കോട് ജില്ലയിൽ നിന്നും, മലപ്പുറം ജില്ലയിൽ നിന്നും, കേരള കരാട്ടെ അസോസിയേഷൻ്റെ സാരഥികളെന്ന് തന്നെ പറയാം. എല്ലാ ജില്ലാ അസോസിയേഷൻ മെമ്പേഴ്സിനും, നമ്മുടെ റഫറി കൗൺസിൽ സെക്രട്ടറി, പ്രസിഡന്റ്, അതുപോലെ നമ്മുടെ ട്രഷറർ, ഒഫീഷ്യൽസായി എത്തിച്ചേർന്നിരിക്കുന്ന സംസ്ഥാന റഫറി കൗൺസിൽ മെമ്പർ സെൻസൈ രതീഷ് കുമാർ, കോഴിക്കോട് ജില്ലാ റഫറി കൗൺസിൽ ചെയർമാൻ സെൻസൈ രമേശ്, അതുപോലെ ചന്ദ്രൻ സെൻസൈ ഫ്രം മലപ്പുറം, ചന്ദ്രൻ സെൻസൈ മലപ്പുറം ജില്ലയുടെ സെക്രട്ടറിയാണ്. കാസർഗോഡ് ജില്ലയുടെ സെക്രട്ടറി ആയിട്ടുള്ള സെൻസൈ സെബാസ്റ്റ്യൻ, എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർക്കുകയാണ്. അധികം സംസാരിക്കുന്നില്ല. നമ്മുടെ ഉദ്ഘാടനം നടത്തുന്നതിന് വേണ്ടി വിനീത് സാറിനെ ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം. ചടങ്ങിൻ്റെ അധ്യക്ഷൻ, അതുപോലെ തന്നെ സ്വാഗതം പറഞ്ഞ പ്രിയങ്കയായിട്ടുള്ള ജില്ലാ അസോസിയേഷൻ സെക്രട്ടറി അർച്ചന, വേദിയിലെ പ്രഗത്ഭരായിട്ടുള്ള ജില്ലാ അസോസിയേഷൻ്റെ ഭാരവാഹികളെ, പ്രിയപ്പെട്ട കായിക താരങ്ങളെ, രക്ഷിതാക്കളെ, മാധ്യമപ്രവർത്തകരെ,
കണ്ണൂർ ജില്ലാ കരാട്ടെ അസോസിയേഷൻ ജില്ലയിൽ ഏറ്റവും നല്ല മികച്ച പ്രകടനം നടക്കുന്ന അസോസിയേഷൻ എന്നുള്ള രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ ചിട്ടയായ പ്രകടനം നടക്കുന്ന ഒരു അസോസിയേഷനാണ്. കണ്ണൂർ ജില്ലയിൽ നമുക്കറിയാം, നമ്മുടെ സ്പോർട്സ് കൗൺസിൽ 46 അസോസിയേഷനുകൾ പ്രവർത്തിക്കുന്നത്. പ്രബലരായിട്ടുള്ള ഫുട്ബോൾ, അത്ലറ്റിക്സ്, വോളിബോൾ, ബാസ്കറ്റ്ബോൾ തുടങ്ങി 46 അസോസിയേഷനുകൾ വളരെ ചിട്ടയായി ഓർഗനൈസ്ഡായി നമുക്കൊക്കെ എങ്ങനെ ഒരു ചാമ്പ്യൻഷിപ്പ് നടത്തണം, എങ്ങനെയാണ് ആയിരിക്കണം അതിൻ്റെ മാതൃക എന്ന രീതിയിൽ ഒരു സ്പോർട്സ് പ്രോഗ്രാം ചെയ്യേണ്ടതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു അസോസിയേഷനാണ് കരാട്ടെ അസോസിയേഷൻ. അസോസിയേഷൻ ജില്ലാ സ്പോർട്സ് കൗൺസിലിന് വേണ്ടി എല്ലാ തരത്തിലുള്ള അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികളും നമുക്കറിയാം കാലങ്ങളായി കരാട്ടയുമായി ബന്ധപ്പെട്ടതിന് പരിശീലനം നടത്തുന്നവരാണ്. അതിൻ്റെ ഭാഗമായി 4 സോണൽ മത്സരങ്ങൾ ജില്ലയിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഫൈനൽ റൗണ്ടിൽ ഇവിടെ എത്തിയിട്ടുള്ളത്. ഏറ്റവും നല്ല പ്രകടനം ഇവിടെ ഈ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇൻഡോർ സ്റ്റേഡിയം അതിൻ്റെ ഒരു റിനോവേഷൻ വർക്ക് നടക്കേണ്ടതിനാലാണ് ഈ തരത്തിലുള്ള ഒരു അറേഞ്ച്മെന്റ് ചെറിയ രീതിയിലേക്ക് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. അടുത്ത വർഷം ഈ വർഷം അതിൻ്റെ റിനോവേഷൻ വർക്കുകൾ ഇപ്പോൾ പൂർത്തിയാകും. അതിൽ കണ്ട നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായി നടക്കുകയാണ്. സംസ്ഥാന ദേശീയ ചാമ്പ്യൻഷിപ്പുകൾ ഈ അസോസിയേഷനെ കൊണ്ട് തീർച്ചയായും ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഇവിടെ നടത്താൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തുന്നതിനുള്ള ശേഷി ഈ അസോസിയേഷനുണ്ട് എന്നതാണ് ഇവരുടെ കഴിഞ്ഞകാല പ്രവർത്തനം കാണിക്കുന്നത്. അതുകൊണ്ട് എല്ലാ തരത്തിലും ഈ അസോസിയേഷനും അതുപോലെ ഇവിടെ എത്തിയിട്ടുള്ള ഈ ചാമ്പ്യൻഷിപ്പ് എത്തിയിട്ടുള്ള മുഴുവൻ കായിക താരങ്ങൾക്കും അതുപോലെ തന്നെ ഓഫീഷ്യൽസിനും എല്ലാവർക്കും ടീം മാനേജേഴ്സിനും എല്ലാം അവർക്കുള്ള ആശംസകൾ നേർന്നുകൊണ്ട് ഈ ചടങ്ങിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. സംസ്ഥാന റഫറി കൗൺസിൽ മെമ്പർ കോഴിക്കോട് ജില്ലയുടെ സെക്രട്ടറി മണ്ഡലം സെൻസായി രതീഷ് കുമാറിനെ ക്ഷണിച്ചുകൊണ്ടു. നമ്മുടെ കൊടുക്കുന്നത് ദിനേശ് സാറിനാണ് നമ്മുടെ ഉദ്ഘാടനം. നന്ദി പറഞ്ഞതിന് വേണ്ടി സെൻസായി സുരേഷിനെ ക്ഷണിക്കുന്നു. 23ാമത് കണ്ണൂർ ഡിസ്ട്രിക്ട് സ്പോർട്സ് കരാട്ടെ അസോസിയേഷന്റെ ജില്ലാ കരാട്ടെ ചാമ്പ്യൻഷിപ്പാണ് ഇവിടെ ഔപചാരികമായിട്ട് നമ്മുടെ സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ ബിനീഷ് ഇവിടെ ഉദ്ഘാടനം ചെയ്തത്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ കണ്ണൂർ ഡിസ്ട്രിക്ട് സ്പോർട്സ് കരാട്ടെ അസോസിയേഷന്റെ പേരിലും എന്റെ പേരിലും ഞാൻ നന്ദി പറയുകയാണ്. താങ്ക് യു ഓൾ. ഈ ചടങ്ങ് ഇവിടെ അവസാനിച്ചത് അറിയിക്കുന്നു. ഇനി മത്സരം സ്റ്റാർട്ട് ചെയ്യാണ്. കുട്ടികൾ മുഖത്തോട് താങ്ക് യു. വിളിച്ചോടാ, കരണ്ടല്ല വിളിച്ചോ, ബ്ലോക്കിലെ കരണ്ടോ. പിന്നെ
സ്റ്റേജ് നിങ്ങൾ അറ്റൻഷൻ 13 വയസ്സ് ഗേൾസ് ആൻഡ് ബോയ്സ് സുമിതിയിൽ പങ്കെടുക്കുന്ന കുട്ടികൾ ലൈനപ്പ് ചെയ്യുക. 8 പെൻസുമായിട്ട് പവർസ് ഗ്രൗണ്ടിലേക്ക് വരിക. 13 വയസ്സിന്റെ ബോയ്സ് ആൻഡ് ഗേൾസ് പ്ലീസ്. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ബഹുമാനായ അധ്യക്ഷ സെൻസി അഞ്ചിതാണ്, അതോടൊപ്പം നമ്മുടെ ആദരണീയനായ ഉദ്ഘാടകൻ ഡോക്ടർ ജഗന്നാഥ് സർ, വേദിയിലിരിക്കുന്ന മറ്റ് സീനിയർ മോസ്റ്റ് മാസ്റ്റേഴ്സ്, നമ്മുടെ ഈ മത്സരം പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല. നിങ്ങളുടെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഈ അടുത്തായി കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരാളെന്ന നിലക്ക് വളരെ ഗംഭീരമായി എല്ലാ പരിപാടികളും, പ്രത്യേകിച്ച് എല്ലപ്പം മുന്നിൽ നിന്ന് കാണുന്ന സുമേഷ് സർ, അതുപോലെ തന്നെ അഞ്ജിത മാം വളരെ ആക്റ്റീവായി എല്ലാ പരിപാടികളും നല്ല ഭംഗിയായി നടത്തുന്നതായിട്ട് കാണാറുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ, ഇനിയും ഒരുപാട് മത്സരങ്ങളും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളും കോ കരിക്കുലറായിട്ട്, കരാട്ടെ ബേസ് ചെയ്ത് കോ കരിക്കുലറായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഈ സംഘടനയ്ക്കും കൂട്ടായ്മയ്ക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. എല്ലാം നമ്മൾ പഠിപ്പിക്കുന്നു, ഒരിക്കലും അങ്ങനെ പഠിപ്പിക്കുന്നു, ഒരു മാസമായിട്ട് പഠിപ്പിക്കുന്നു. അങ്ങനെ പഠിക്കുന്നതാണ് ആരോഗ്യ സംരക്ഷണം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ സെൽഫ് കോൺഫിഡൻസ്, അതാണ് ഗേൾസ് ആൻഡ് ബോയ്സ്. പ്രതാമി നമ്പർ 1 മുന്നിലേക്ക് വരിക. 13 വയസ്സ് ഗേൾസ് ആൻഡ് ബോയ്സ്. Three, 12, 13 years. നമ്പർ അറിയാത്തവരെന്താ പറയണേ, മറന്നുപോയവര് പറ നമ്പർ പറ. And join the physics series 1, 3. ഓക്കെ, നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ മെഡൽ വാങ്ങിക്കണം, മെഡൽ തരും കേട്ടോ. ഓക്കെ, പോയില്ല.
ജില്ലാ കരാട്ടെ ചാമ്പ്യൻഷിപ്പാണ് മുണ്ടിയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന ഇവന്റ് 10 വയസ്സല്ല, കുമിത്തെ 11, 12, 13 വയസ്സുകളുടെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും കുമിത്തെ മത്സരം 25 പോയിന്റുമായി ATKS കൂത്തുപറമ്പ 2ാം സ്ഥാനത്ത്, 17 പോയിന്റുമായി 3ാം സ്ഥാനം ലിയോ ഇന്റർനാഷണൽ മാർഷൽ ആർട്സ് 17 പോയിന്റുമായി 3ാം സ്ഥാനത്ത്. Hello. Volunteers, official desk വരിക. Volunteers, all volunteers, please. Volunteers, quick. എല്ലാ സ്റ്റുഡൻസും ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നിൽക്കുക. എല്ലാവരും ഇങ്ങോട്ടേക്ക് തിരിഞ്ഞിരിക്കുക. വേദിയിലേക്ക് പ്ലീസ്. ഒഫീഷ്യൽസ്, ജഡ്ജസ്, റഫറീസ് എല്ലാവരും Sensei Prashant Kumar, please report. Officials and judges അതാത് കസേരകളിൽ ഇരിക്കുക. കുട്ടികളെല്ലാവരും വേദിയിലേക്ക് തിരിഞ്ഞിരിക്കുക. കോച്ചസ് എല്ലാവരും കസേരയിൽ ഇരിക്കുക. 23ാമത് ജില്ലാ കരാട്ടെ മത്സരം ഇന്ന് രാവിലെ 8:30 ഇവിടെ ആരംഭിച്ചു. അതിന്റെ ഭാഗമായിട്ട് ഇന്നിവിടെ ഒരു അനുമോദന സദസ്സാണ് നടക്കുന്നത്. കണ്ണൂർ ജില്ല കഴിഞ്ഞ 6-7 വർഷങ്ങളായിട്ട് നിരവധി മെഡലുകളാണ് സംസ്ഥാന അഥവാ ദേശീയ മത്സരങ്ങളിൽ നേടിയിട്ടുള്ളത്. ഇതുവരെ ഈ കഴിഞ്ഞ സ്കൂൾ ഗെയിംസ്, എറണാകുളത്ത് വെച്ച് നടന്ന സ്കൂൾ ഗെയിംസിൽ ജില്ലയിലെ കുട്ടികൾ നിരവധി മെഡലുകൾ നേടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ള ചെറിയൊരു അനുമോദന സദസ്സാണിത്. അതൊരു ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നിരിക്കുന്നത് ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായ ഡോക്ടർ ജഗന്നാഥൻ സാറാണ്. സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇവിടെ ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രതിനിധിയായി തൈക്കോണ്ടോ അസോസിയേഷന്റെ
ഫഹദ് സാർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഫഹദ് സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ നമ്മുടെ ജില്ലാ കരാട്ടെ അസോസിയേഷൻ പ്രസിഡന്റായ ജോസഫ് KJ ബേബി സെൻസെയാണ്. സെൻസെയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ പല ജില്ലകളിൽ നിന്നായി എത്തിച്ചേർന്ന ഒഫീഷ്യൽസ് ആൻഡ് ജഡ്ജസ്, പ്രധാനമായും കോഴിക്കോട് നിന്ന് എത്തിച്ചേർന്ന ദിലീപ് സെൻസായി, രമേശ് സെൻസായി, മലപ്പുറത്ത് നിന്ന് എത്തിച്ചേർന്ന ചന്ദ്രൻ സെൻസായി, കാസർഗോഡ് നിന്ന് എത്തിച്ചേർന്ന സെബാസ്റ്റ്യൻ സെൻസായി, കൂടാതെ നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പർമാർ, നമ്മുടെ ഒഫീഷ്യൽസ്, നമ്മുടെ ജഡ്ജസ്, ജില്ലയിലെ ടേബിൾ ഒഫീഷ്യൽസ് എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ തന്നെ സംസ്ഥാന സ്കൂൾ ഗെയിംസ് കരാട്ടെ മത്സരത്തിലെ വെങ്കല മെഡൽ നിവേദ്യ, സംസ്ഥാന സ്കൂൾ ഗെയിംസ് സിൽവർ മെഡൽ. കൺഗ്രാറ്റുലേഷൻ നിവേദ്യ. Sedaki, Prarthana, congratulations, Prarthana TP. Parvana TP, Parvana please. എല്ലാവരും നല്ലൊരു കൈയടി കൊടുക്കുക പ്ലീസ്. അടുത്തതായി സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ കണ്ണൂർ ജില്ലയെ പ്രതിനിധീകരിച്ച് ടീം മാനേജറായിട്ട് പോയ സെൻസായി മുഹമ്മദ് ഷാഫി ബേക്കർ. സ്കൂൾ ഗെയിംസിൽ ടീം മാനേജറായിട്ട് പോയ സുബിഷ പ്ലീസ്. ഇന്റർ യൂണിവേഴ്സിറ്റി മഹാത്മാഗാന്ധി ഇന്റർ യൂണിവേഴ്സിറ്റി കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ ടീം കത്ത വിഭാഗത്തിൽ ഗോൾഡ് മെഡൽ നേടിയ ഹരീഷ് കെ. ഒരു ബേക്കർ. അടുത്തതായി താങ്ക് യു ഋഷിൻ. നമ്മുടെ കണ്ണൂർ ഡിസ്ട്രിക്ട് സ്പോർട്സ് കരാട്ടെ അസോസിയേഷന്റെ സെക്രട്ടറി, ഇപ്പോഴത്തെ കണ്ണൂർ ഒളിമ്പിക് അസോസിയേഷൻ വൈസ് പ്രസിഡന്റുമായി സെലക്ട് ചെയ്ത നമ്മുടെ അഞ്ജന പേക്ക് ഒരു അനുമോദന സ്നേഹോപഹാരം കൊടുക്കുകയാണ്. അതേപോലെ തന്നെ സംസ്ഥാനത്തെ കണ്ണൂർ ജില്ലയെ അഭിമുഖീകരിച്ച് സ്കൂൾ ഗെയിംസിൽ പോയ റഫറി. കൺഗ്രാറ്റുലേഷൻ അഞ്ജന. അടുത്തതായി സാറിനെ, ജനറൽ സാറിനെ മൊമെന്റ് കൊടുക്കാൻ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ജോസഫ് KJ ബേബി. താങ്ക് യു. എല്ലാ സപ്പോർട്ടും താങ്ക് യു. അടുത്തതായി ബോയ്സ് കഥ, ഗേൾസ് കഥ മെഡൽ നേടിയ കുട്ടികൾക്കുള്ള മെഡലാണ് ഇവിടെ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ പേര് വിളിക്കുന്ന കുട്ടികൾ വരിക. താങ്ക് യു. 10 years girls kata, first prize goes to Saptami Anilesh. Second prize goes to Aryananda V. Ragesh. Saptami Anilesh. Second place goes to Aryananda V. Ragesh. എല്ലാവരും ക്ലാപ്പ് ചെയ്യണേ. Third place Parvati R. Nambiar and Aisha Afsal. Parvati R. Nambiar and Aisha Afsal. Parvati R. Nambiar and Aisha Afsal. Congratulations to the winners. Eleven years girls kata, first place goes to Ayana Nambiar. 11 years girls kata, first place goes to Ayana Nambiar. Second place Samalapriya TV. Third place Anjida Ajay and Amina Zahara. Anjida Ajay and Amina Zahara. Congratulations to the winners. Years girls kata, first place goes to Shivani Rajesh PK. Second place Amaya Siddha. Third place Diana Fatima M and Anvi KC.
Shivani Radish PK, first place. Amaya Siddha, second place. Diana Fatima M, third place. And Anvi KC, third place. Congratulations to the winners. 13 years girls Kata. First place goes to Parvana TP. Parvana TP, first place. Second place, Vaiga AK. Third place, Artana TV and Devika Prakash. Artana TV and Devika Prakash. Congratulations to the winners. Next, 10 years boys Kata. First place goes to Drupad S. First place goes to Drupad S. Second place, Dhyan V. Dhyan V. Third place, Abhinand P. Third place, Abhinand P and Rishik CV. Abhinand P and Rishik CV. Congratulations to the winners. 11 years, boys Kata. First place goes to chest number 556, Aman Dev A. 11th clap in. Second place, Niyan Krishna KK. Third place, Eganathan MS and Mohammad Hamdan bin Shams. Third place, Eganathan MS and Mohammad Hamdan bin Shams. 12 years boys Kata. First place goes to Nived Narayanan. Nived Narayanan. Second place, Nidarshan AV. Nived Narayanan. Second place, Nidarshan AV. Third place, Gaurag P. Madhu and Adidev Ajesh. "13 years, first place, Ganashyam Denjit. Second place, Muhammad Nouris CK. അടുത്ത മെഡൽ നൽകുന്നതിന് വേണ്ടി ജഗന്നാഥ് സാറെ ക്ഷണിക്കുന്നു. 13 years, first place goes to Ganashyam Denjit. Second place, Muhammad Nouris CK. Third place, Kishan Vinod. Kishan Vinod, Aman K. Murali. Kishan Vinod, Aman K. Murali. "12 years, third place goes to Arav P. Raj. Arav P. Raj. Congratulations to all the winners. കുമിത്തെ മത്സരത്തിന്റെ മെഡലുകൾ അതാത് ബൗട്ടിൽ വെച്ച് നൽകുന്നതായിരിക്കും. കുമിത്തെ മത്സരത്തിന്റെ മെഡലുകൾ അതാത് ബൗട്ടിൽ വെച്ച് നൽകുന്നത് വെച്ചിട്ട് കഴിഞ്ഞ കൊല്ലം ഇതേ വേദിയിൽ വെച്ചിട്ട് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. സംസ്ഥാന മത്സരങ്ങളിൽ കണ്ണൂരിന്റെ പേര് ഇനിയും ഉയർന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് അസോസിയേഷൻ പ്രസിഡന്റായ ജോസഫ് കെ. ജെ. ബേബി സെൻസേനെ ക്ഷണിക്കുന്നു. നമ്മുടെ സാമൂഹ്യത്തിൻ്റെ അനുമോദന സദസ്സിൽ എത്തിച്ചേർന്ന ജഗന്നാഥ് മിശ്ര, കണ്ണൂർ ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റാണ്. അതുപോലെ ടൈക്വാൻഡോ ഫെഡറേഷൻ്റെ പ്രസിഡന്റ് നമ്മുടെ ഒബ്സർവറായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മറ്റ് ജില്ലകളിൽ നിന്ന് വന്നിട്ടുള്ള ഒഫീഷ്യൽസ്, കരാട്ടയുടെ ജഡ്ജസായിട്ട് എത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ വർക്ക് ചെയ്യണം. ഒരുപാട് സംസാരിച്ച സമയം കളയുന്നില്ല. നമുക്ക് സമയബന്ധിതമായി തീർക്കേണ്ടതുണ്ട്. ഈ അനുമോദന സദസ്സിൻ്റെ ഉദ്ഘാടനം നടത്തുന്നതിന് വേണ്ടി ജഗന്നാഥ് സാറിനെ ക്ഷണിച്ചു പോകുന്നു.
ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ കണ്ണൂർ ജില്ലാ കരാട്ടെ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ഷിജാസഫ്, സെക്രട്ടറി അഞ്ജന, രീതിയിലുള്ള മുൻ പ്രസിഡന്റ് സുമേഷ്, അതുപോലെ തന്നെ ഒളിമ്പിക് അസോസിയേഷൻ ഒബ്സർവറായിട്ട് ഇവിടെ എത്തിച്ചേർന്നുള്ള ഫഹദ്, മറ്റു രീതിയിലുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ. അപ്പോൾ സാധാരണ നമ്മൾ ചാമ്പ്യൻഷിപ്പിലൊക്കെ പോകുമ്പോൾ വളരെ കുറഞ്ഞ പാർട്ടിസിപ്പേഷനാണ് ഇപ്പോൾ പലർക്കും കാണുന്നത്. പക്ഷേ ഇപ്പോൾ നേരത്തെ നിങ്ങൾ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ 800 ആളുകൾ ഇതിൽ പങ്കെടുക്കുമെന്ന്, അതും ഞങ്ങളുടെ ഒരു അവകാശം കഴിഞ്ഞ് ഫിൽറ്ററായിട്ടാണ് വന്നതെന്ന് പറയുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം അത്രയധികം പാർട്ടിസിപ്പേഷൻ ഇതിലുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളാണ് അത് സൂചിപ്പിക്കുന്നത്. കാരണം ധാരാളം ക്ലബുകളിലൂടെയും അതുപോലെ തന്നെ മറ്റു തരത്തിലൊക്കെ ഇനീഷ്യേറ്റീവ് എടുത്ത് കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ വളരെയേറെ മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്നു. തീർച്ചയായും വളരെയേറെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം കുട്ടികളുടെ ഇടയിൽ ഒരു കോൺഫിഡൻസ് ലെവല്, ഒരു ഫൈറ്റിംഗ്, ഒരു സ്പോർട്ട് എന്ന രീതിയിനേക്കാൾ ഉപരി ഒരു കോൺഫിഡൻസ് ലെവല് ഉയർത്താൻ ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന ഒരു സംഭവമാണ് ഇതുപോലെയുള്ള മാർഷൽ ആർട്സുകളെല്ലാം തന്നെ. ഏത് സിറ്റുവേഷനിലും നമുക്ക് മുന്നോട്ട് പോകാനും അത് അഭിമുഖീകരിച്ച് മുമ്പോട്ട് പോകാനൊക്കെയുള്ള ഒരു കോൺഫിഡൻസ് ലെവൽ തീർച്ചയായിട്ടും സോഫ്റ്റായിട്ട് ഡീൽ ചെയ്യപ്പെടുന്ന കുട്ടികളാണ് നമ്മുടെ ഇടയിലെല്ലാം തന്നെ. സാറേ നമസ്കാരം. നമസ്കാരം. അങ്ങയുടെ പേരെന്താണ്? ഞാൻ ജോസഫ് കരബേബി, കണ്ണൂർ ഡിസ്ട്രിക്ട് സ്പോർട്സ് കരാട്ടെ അസോസിയേഷന്റെ പ്രസിഡന്റാണ്. അതുപോലെ അസോസിയേഷന്റെ സ്പോർട്സ് കൗൺസിൽ നോമിനിയാണ്. നമ്മളിവിടെ ചെയ്യുന്നത് 23ാമത് കണ്ണൂർ ജില്ലാ ചാമ്പ്യൻഷിപ്പാണ്. ഇതിൽ നിന്ന് ജയിച്ച് 1, 2 സ്ഥാനം കിട്ടുന്ന കുട്ടികളാണ് സ്റ്റേറ്റിൽ മത്സരിക്കുന്നത്. നമ്മൾ ഈ ചാമ്പ്യൻഷിപ്പിന് ഇന്നിവിടെ ചെയ്യുന്നതിന് മുമ്പ് കഴിഞ്ഞ 3 ദിവസങ്ങളിൽ പ്രിലിമിനറി സ്റ്റേജുകൾ നടത്തി അതിനകത്തുനിന്ന് ഫിൽറ്റർ ചെയ്തെടുത്ത കുട്ടികളാണ് ഇവിടെ ഫൈനൽസിന് വേണ്ടി മത്സരിപ്പിക്കുന്നത്. എല്ലാ വർഷം നടന്നതിനേക്കാളും കൂടുതൽ കുട്ടികൾ ഈ വർഷം പങ്കെടുക്കുന്നുണ്ട്. കുട്ടികളെല്ലാം പൂർവാധികം ഭംഗിയായിട്ട് പ്രാക്ടീസ് ചെയ്ത് അവർ നല്ല രീതിയിൽ തന്നെ കരാട്ടെ ഫീൽഡിൽ വരുന്നു. പേരൻസ് ആണെങ്കിലും ഫുൾ സപ്പോർട്ടാണ് നമുക്ക് കുട്ടികളെ പഠിപ്പിക്കുന്നതിനും പങ്കെടുപ്പിക്കാൻ കൊണ്ടുവരുന്നതിലും എല്ലാം. പിന്നെ എത്ര ജില്ലയിലെ കുട്ടികളുണ്ട് ഇവിടെ? നമ്മൾ കണ്ണൂർ ജില്ല മാത്രമാണ് ചെയ്യുന്നത്. സംസ്ഥാന കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും കുട്ടികളുണ്ടാവും. അപ്പോൾ ഈ പേരൻസിനും അല്ലെങ്കിൽ അതുപോലെ തന്നെ കുട്ടികൾക്കും, ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് എന്താണ് മെസ്സേജ് കൊടുക്കാനുള്ളത് ഇതിലൂടെ? നമ്മുടെ സ്പോർട്സ് രംഗം എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ വളരെ വീക്കായിരുന്നു. പക്ഷെ ഇപ്പോൾ സംസ്ഥാന സർക്കാർ സ്പോർട്സ് കോൺക്ലേവ് അങ്ങനെയുള്ള സംരംഭങ്ങൾ കൊണ്ടുവന്ന് കുട്ടികളെ പിക്കപ്പ് ചെയ്തുകൊണ്ട് തന്നെ സ്പോർട്സിനെ നല്ല രീതിയിലോട്ട് നയിച്ചു കൊണ്ടിരുന്നതിന് വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പം സ്പോർട്സ് നല്ല രീതിയിൽ തന്നെ പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ കുട്ടികളും എല്ലാം വളരെ ശക്തമായിട്ട് തന്നെ ഇതിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുൾ സപ്പോർട്ടുമായിട്ട് പേരൻസും ഉണ്ട് അല്ലേ? 643 സായിറോസ് ജില്ലാതല കരാട്ടെ ചാമ്പ്യൻഷിപ്പാണ്. സബ് ജൂനിയർ, ജൂനിയർ കാഡറ്റ്, അണ്ടർ 21 സീനിയർ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ നടന്ന ഇവന്റ്സിന്റെ പോയിന്റ് നിലവാരം ATKS പയ്യന്നൂർ 64 പോയിന്റുമായി 1ാം സ്ഥാനത്ത് നിൽക്കുന്നു. ഗേൾസിന്റെ ടീം കട്ട തത്താമി നമ്പർ 1 നടക്കും. 42-17 years. മാം നമസ്കാരം. നമസ്കാരം. പേരെന്ന് പറയാമോ? എന്റെ പേര് അഞ്ജന. അഞ്ജന, വീട്? ഞാൻ പയ്യന്നൂർ ജില്ലാ കരാട്ടെ അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി ആണ്. സംസ്ഥാന കരാട്ടെ അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ്. പിന്നെ
കരാട്ടയിൽ ഇപ്പൊ ഒരുപാട് കുട്ടികളും പേരൻസ് എല്ലാം സപ്പോർട്ടുമായിട്ട് വരുന്നുണ്ട്. അപ്പൊ കുട്ടികൾ എങ്ങനെയുണ്ട്? കരാട്ടേന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്, ഞാനിപ്പോ 2018 അസോസിയേഷനിലേക്ക് വരുന്നത്. സമയത്തൊക്കെ ഏകദേശം ഒരു ജില്ലാ മത്സരം എന്ന് പറഞ്ഞ ഒരു 200 കുട്ടികൾ 300 കുട്ടികളിൽ ഒതുങ്ങുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോ 2024 എത്തി നിൽക്കുമ്പോൾ ഏകദേശം 800ഓളം കുട്ടികൾ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അത്രയും കുട്ടികളെ ഒരു രക്ഷിതാക്കളെയും ഒരു സ്ഥലത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ നമ്മൾ സാറ് പറഞ്ഞ പോലെ തന്നെ 4 ദിവസങ്ങളിലായിട്ട് മത്സരം ഷെഡ്യൂൾ ചെയ്ത് നടത്തുന്നത്. കാരണം അത്രയധികം പാർട്ടിസിപ്പന്റ് ആണ്. ഒരു കുട്ടി മത്സരിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ പാരന്റ്സ്, രക്ഷിതാക്കള്, അവരെ ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ് എല്ലാവരും, കരാട്ടെ പഠിപ്പിക്കുന്ന മാഷന്മാർ, അവരെ ഫ്രണ്ട്സ് ഒക്കെ കാണാൻ വന്ന് ഒരു എന്താ പറയുക, ഒരു ആഘോഷം എന്ന രീതിയിലാണ് ഒരു മത്സരത്തിനെ ഇപ്പൊ കാണുന്നത്. ഈ മത്സരത്തിൽ വിജയിക്കുന്ന കുട്ടികളാണ്. ഇതേപോലെ തന്നെ എല്ലാ ജില്ലയിലും കരാട്ടെ മത്സരങ്ങൾ നടക്കുന്നുണ്ട്. 1-2 സ്ഥാനം കിട്ടുന്ന കുട്ടികൾ സംസ്ഥാന മത്സരത്തിലാണ് പങ്കെടുക്കുക. സംസ്ഥാന മത്സരത്തിൽ ഏകദേശം 124 കാറ്റഗറികളിലായിട്ട് ഒരു ജില്ലയിൽ നിന്ന് ഒരു വിഭാഗത്തിൽ 2 കുട്ടികൾ വെച്ചിട്ട് ഏകദേശം 2000ഓളം കുട്ടികൾ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിന് പങ്കെടുക്കാനുണ്ടാവും. അപ്പൊ അത്രയധികം കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു മേഖലയാണ് കരാട്ടെ ഇപ്പൊ നിലവിൽ. ഓക്കെ, ഇപ്പം കുട്ടികൾ പഠിച്ചത് കൊണ്ട് എന്താണ് അതിനെ കൊണ്ടുള്ള ഗുണങ്ങളൊന്ന് വിശദീകരിക്കാമോ? കാരണം ഇത് കാണുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ല. എനിക്ക് ഇവിടെ വന്നിട്ട് എന്തൊക്കെയാണ് ഇത് എന്ന് മനസ്സിലായിട്ടില്ല. അപ്പൊ ഒന്ന് പേരൻസിനും അതുപോലെ അടുത്ത് വരാൻ പോകുന്ന കുട്ടികൾക്കും വേണ്ടിയിട്ട് ഇതിന്റെ ഗുണങ്ങളൊന്ന് പറയാം. ഓക്കെ, ഇപ്പൊ കരാട്ടെ എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് മാർഷൽ ആർട്ട് ആണ്. നോർമലി ഇത് സെൽഫ് ഡിഫൻസിന് വേണ്ടിയിട്ടാണ്. മുന്നത്തെ കാലത്തൊക്കെ ലേഡീസിന് വേണ്ടിയിട്ട് സെൽഫ് ഡിഫൻസിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു കരാട്ടെ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മള് ആരെങ്കിലും നമ്മളൊക്കെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അറിയാലോ, ഒറ്റയ്ക്ക് എവിടെയും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അതെ, അപ്പൊ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പെട്ടുപോയാൽ നമുക്കൊരു ഫസ്റ്റ് റിയാക്ഷൻ എന്ന രീതിയിൽ റിഫ്ലെക്സ് ഒക്കെ വരുന്ന രീതിയിൽ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് കരാട്ടെ. കൂടാതെ തന്നെ കരാട്ടെ ഒരു സ്പോർട്സ് ആണ്. നമ്മൾ കുട്ടികളെ ടീം വർക്ക്, മറ്റ് ഹെൽപ്പിംഗ് മെന്റാലിറ്റി, അവരുടെ ഒരു കോൺസെൻട്രേഷൻ ബിൽഡ് ചെയ്യാൻ, കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനൊക്കെ കരാട്ടെ ഹെൽപ്ഫുൾ ആണ്. പിന്നെ കരാട്ടെ പഠിച്ചാലുള്ള വേറെ ഗുണം ഫിസിക്കലായിട്ട് പറഞ്ഞാൽ കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കും. അങ്ങനെ വലിയ 6 പാക്ക് അങ്ങനെ ഒന്നല്ല ഉദ്ദേശിക്കണം. അവരുടെ ശരീരത്തിന് വേണ്ട ഹെൽത്ത്, മറ്റു അസുഖങ്ങളൊക്കെ ഒഴിയും. കാരണം എക്സസൈസ് ചെയ്തിട്ട് നമ്മൾ കരാട്ടെ സ്റ്റാർട്ട് ചെയ്യാം എല്ലാ ദിവസവും. പ്രോപ്പർ എക്സസൈസ് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കുട്ടികളൊന്നും എക്സസൈസ് എന്താണെന്ന് കൂടെ പറഞ്ഞാൽ ചിലപ്പോൾ അറിയില്ല. രാവിലെ എണീക്കുന്നു, റെഡിയാവുന്നു, സ്കൂളിൽ പോകുന്നു, കുറെ സമയം ഫോണിൽ നോക്കുന്നു, തിരിച്ചു വരുന്നു, ഇത്രയേ ഉള്ളൂ. പക്ഷെ കരാട്ടയിൽ പറഞ്ഞാൽ സെൽഫ് ഡിഫൻസ് പഠിപ്പിക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് ഓടിപ്പിച്ച് എക്സസൈസ് ഒക്കെ ചെയ്യിപ്പിച്ചാൽ തുടങ്ങും. അപ്പൊ ഒരു ഹാബിറ്റ് ആയിരിക്കും. ഇപ്പൊ ക്ലാസ് ഇപ്പൊ വീക്കിലി 2 ക്ലാസ് ഉള്ളൂങ്കിൽ പോലും അത് കഴിഞ്ഞ് ബാക്കിയുള്ള 5 ദിവസം സ്ഥിരമായിട്ട് വീട്ടിൽ നിന്ന് ചെയ്തോളും. അപ്പൊ സൗണ്ട് മൈൻഡിന്റെ സൗണ്ട് ബോഡി എന്ന് പറയുന്ന പോലെ തന്നെ പിന്നെ അവരെ ശരീരം അതിനോട് വഴങ്ങി ബാക്കിയുള്ള അസുഖങ്ങളിൽ നിന്നൊക്കെ മാറി അവർക്ക് ഒരു നല്ല ഹെൽത്തി ലൈഫ് അവർക്ക് കൊണ്ടു നടക്കാൻ വേണ്ടി പറ്റും. ഒരു സ്പോർട്സും ആണ്, ഒരു സെൽഫ് ഡിഫൻസ് ആണ്, ഒരു ഹെൽത്തി ഒരു ഹാബിറ്റും ആക്കാൻ വേണ്ടിയിട്ട് കരാട്ടെ കൊണ്ട് സാധിക്കും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത്രയധികം കുട്ടികൾ കരാട്ടെ പഠിക്കുന്നത്. കാരണം വേറൊരു ഗെയിം എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവാൻ ഡിസിപ്ലിൻഡ് ആണ് കുട്ടികൾ. പറഞ്ഞാൽ അനുസരിക്കും. അവർക്ക് ഒരാൾ പറഞ്ഞാൽ എങ്ങനെ കേൾക്കണം, ഒരാൾ വന്നാൽ എങ്ങനെ എണീക്കണം, റെസ്പെക്ട് ചെയ്യാനൊക്കെ അറിയാം. കരാട്ടിൽ റെസ്പെക്ട് പഠിപ്പിക്കുന്നുണ്ട്. മെറേ ചെയ്യാനാണ് ആദ്യം പഠിപ്പിക്കുക, ഹൗ ടു റെസ്പെക്ട് അതേഴ്സ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു സ്വഭാവം അവരിൽ മെല്ലെ മെല്ലെ വളർന്നു വന്നോളും. ഭാവി തലമുറ നല്ല രീതിയിൽ തന്നെ വാർക്കപ്പെടും. ഈ ഒരു മാർഷൽ ആർട്ട് പഠിച്ചാൽ. ഞാനിപ്പോ 25ഓളം വർഷമായി പഠിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ അതുകൊണ്ട് കുറച്ച് ചെറിയൊരു കുട്ടികളെ കുറച്ച് പഠിപ്പിച്ച് ശീലമുണ്ട്. അപ്പൊ കുട്ടികളുടെ ചേഞ്ച് നമുക്ക് എന്തായാലും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഒരു കരാട്ടെ ക്ലാസ്സിൽ വിട്ട് ഒരു 3 മാസം കഴിഞ്ഞാൽ രക്ഷിതാക്കളോട് ചോദിച്ചാൽ മതി എന്ത് മാറ്റം ഉണ്ടായി, കൃത്യമായിട്ട് അവർക്ക് നോട്ട് ചെയ്ത് പറയാൻ വേണ്ടി പറ്റും. അപ്പൊ നല്ലതാണ്. ഇങ്ങനത്തെ കരാട്ടെ മാത്രമല്ല, ഏത് മാർഷൽ ആർട്ടായാലും നിർബന്ധമായിട്ട് കുട്ടീനെ പഠിപ്പിക്കുന്നത് നല്ലതായിരിക്കും. എന്തായാലും ഇത്രയും സമയം നിങ്ങളുടെ വിലയേറിയ ടൈം, ഇവിടെ ഭയങ്കര ബിസിയാണ്. ആ സമയത്തും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് എല്ലാവർക്കും മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള സംസാരമായിരുന്നു. ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ വിലയേറിയ ടൈം എനിക്ക് കുറച്ച് സമയം തന്നു. അപ്പോ വളരെ വെരിവേഷൻ നിങ്ങൾക്കും അതുപോലെ തന്നെ അതുപോലെ തന്നെ ജില്ലാ സ്പോർട്സ് കൗൺസിലും അതുപോലെ ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ അംഗീകാരത്തോടെ കൂടെ നടക്കുന്ന ഏക ജില്ലാ കരാട്ടെ മത്സരമാണ് ഇത്. പല മത്സരങ്ങൾ നടക്കുന്നുണ്ട്. ഈ മത്സരത്തിലൂടെയാണ് കുട്ടികൾക്ക് ബാക്കി ഗ്രേസ് മാർക്കും മറ്റ് സ്പോർട്സ് കോട്ട അഡ്മിഷനൊക്കെ കിട്ടുന്നത്. അപ്പൊ അതും രക്ഷിതാക്കളൊന്ന് മനസ്സിലാക്കുക. എന്തായാലും ഇതിൽ വന്നാൽ നല്ല ഗുണം തന്നെയാണ് അല്ലെ? എങ്ങനെ നോക്കിയാലും കുട്ടികളാണെങ്കിൽ വളരെയധികം ആക്റ്റീവ് ആയിരിക്കും അല്ലെ? അതെ. അപ്പോ ഓക്കെ. What 7 points?
Sibaraco. കാലത്ത് മുതൽ മെഡിക്കൽ സജ്ജീകരണമായിട്ട് ഇവരെ കാണുന്നുണ്ട്. നമസ്കാരമുണ്ട്. പേരെന്താ? ഏതാ മെഡിക്കൽ? നിങ്ങളുടെ ചാലക്ക് അല്ലേ? എന്താണ് നിങ്ങൾക്ക് ഇതുവരെ രാവിലെ മുതൽ ഈ സൗകര്യം ഉണ്ടല്ലോ, എന്തൊക്കെ സേവനങ്ങൾ എന്തും ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ ഒരു കേസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. മൂക്കിൽ പഞ്ച് കെട്ടിയിട്ട് ഒരു കുട്ടി വന്നിട്ടായിരുന്നു. നമുക്ക് അധികം കാര്യമായിട്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഐസ് പാക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മെഡിസിൻ ആൾക്ക് വേണ്ടായിരുന്നു, അപ്പോഴത്തേക്ക് ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. വേറെ അങ്ങനെ മറ്റു കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. എന്തായാലും രാവിലെ മുതൽ നിങ്ങളെ കാണുന്നുണ്ട്. നിങ്ങളെല്ലാ സപ്പോർട്ടോടുകൂടി, അതുപോലെ തന്നെ പിന്നെ ആക്റ്റീവായിട്ട് എല്ലാ ഭാഗത്തും കണ്ണും മനസ്സും എത്തിയിട്ട് എല്ലാ സഹായത്തിനും ഇങ്ങനെ ഇരുന്നിട്ട് കണ്ടിരുന്നു. അപ്പൊ ഒരുപാട് നന്ദിയുണ്ട്. നമുക്ക് ഇതേപോലെ തന്നെയുള്ള ആൾക്കാരെയാണ് വേണ്ടത്. അപ്പോ ഇനിയുള്ള ഇങ്ങനെയുള്ള പൊതുപരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ അതിന് ആശംസകളും നേരുന്നു. സാറേ ഒരു മിനിറ്റ് മാറും.
സാറേ നമസ്കാരം. നമസ്കാരം. അങ്ങയുടെ പേരെന്താ? പ്രശാന്ത് കുമാർ. എവിടെ വീട്? ഞാൻ പനയത്തമ്പലം അല്ലേ? അപ്പോ ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ടൂർണമെന്റ് കരാട്ടെ ടൂർണമെന്റ്, അപ്പൊ ഇതിനെപ്പറ്റി രണ്ടു വാക്കൊന്ന് സംസാരിച്ചാൽ നന്നായി. നമ്മള് 23ാമത് ജില്ലാ കരാട്ടെ ചാമ്പ്യൻഷിപ്പാണ് നടക്കുന്നത്. അത് സ്പോർട്സ് കൗൺസിൽ അംഗീകാരത്തോടു കൂടിയുള്ള കരാട്ടയാണ്. നമ്മള് 3 ദിവസമായിട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 4ാമത്തെ ദിവസം ഇവിടുന്ന് ഫൈനലാണ് ചെയ്യുന്നത്. നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. നമ്മളെ കൂടാണ്ട് നമ്മളെ കുട്ടികളാണ് കൂടുതൽ പാർട്ടിസിപ്പേഷൻ ചെയ്യുന്നത് കൊണ്ട് നമ്മളെ മറ്റു ജില്ലകളിൽ നിന്ന് റഫീസ് ആൻഡ് ജഡ്ജസിനെ നമ്മൾ കൊണ്ടുവന്ന് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാർഷ്യാലിറ്റി ഇല്ലാതെ പ്രൊട്ടസ്റ്റ് ഇല്ലാതെ രീതിയിൽ കൊണ്ടുപോകാനാണ് നമ്മൾ പുറത്തു നിന്ന് നമ്മൾ റഫീസ് ആൻഡ് ജഡ്ജസിനെ കൊണ്ടുവന്നത്. ഇപ്പം കണ്ണൂർ മാത്രം ബേസ് ചെയ്തിട്ടാണല്ലോ ഈ ടൂർണമെന്റ്. അപ്പോ ഇന്നത്തെ ആ ഒരു പെർഫോമൻസ് കുട്ടികളുടെ എല്ലാം എങ്ങനെയായിരുന്നു? നല്ല പെർഫോമൻസ്, നല്ല കുട്ടികൾ, നല്ല എന്താണെന്ന് വെച്ചാൽ നമ്മള് വർഷങ്ങൾ കഴിയുന്നതിനനുസരിച്ച് കുട്ടികൾ കൂടിക്കൊണ്ടേയിരിക്കുക. അതിന് ഗേൾസ് ആണ് ഏറ്റവും കൂടുതൽ. ബോയ്സ് ഇപ്പൊ കുറവാണ്, പക്ഷെ എന്നാലോ നല്ല രീതിയിലുള്ള പെർഫോമൻസ്. സ്പോർട്സ് ആയതുകൊണ്ട് എല്ലാവരും ഇതിനെ കൊണ്ട് ഗേൾസ് മാർക്ക് കാര്യങ്ങളെല്ലാം കിട്ടും. ഇപ്പൊ ജില്ലയിൽ ജയിച്ച് സ്റ്റേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ സ്റ്റേറ്റിൽ മെഡലിസ്റ്റ് ആണെങ്കിൽ നമ്മുടെ സ്പോർട്സ് കൗൺസിൽ അവരൊന്ന് ഓഫർ ചെയ്യും കുട്ടികൾക്ക് എന്നാ പഠിക്കാൻ എന്താ വിഷമം. നമ്മുടെ ഒളിമ്പിക് അസോസിയേഷനിലെ ജനറൽ സാറ് പ്രത്യേകിച്ച് പറഞ്ഞതാണ്, ഒളിമ്പിക് ദിനമായ അന്ന് നമ്മളെ ആചരിച്ചു കഴിഞ്ഞു. അന്ന് നമ്മൾ കട്ടാ ചാമ്പ്യൻഷിപ്പ് വെച്ച് അങ്ങനെയാണ് ഉദ്ഘാടനം ചെയ്തു. ആ ഉദ്ഘാടനത്തിന് മൂപ്പർ പറഞ്ഞു വെച്ചാൽ കുട്ടികൾക്ക് എന്ത് ഉണ്ടോ നിങ്ങൾ സ്റ്റേറ്റിൽ പാർട്ടിസിപ്പേഷൻ ചെയ്ത് വിന്നറായി കഴിഞ്ഞാൽ നമ്മൾ കോളേജുകളിൽ അഡ്മിഷന് വേണ്ടിയിട്ട് എല്ലാ സൗകര്യവും ചെയ്തത് നിങ്ങൾ പറഞ്ഞാൽ മതി, നമ്മൾ കാര്യങ്ങൾ ചെയ്തു തരാനാണ്. അത്രയും ഇതാണ്. ഇപ്പോ പഞ്ചായത്ത് തലത്തിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ എനിക്കൊരു പ്രൊജക്ട് വന്നിട്ടുണ്ട്. നാളെയാണ് ഉദ്ഘാടനം. അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് 4 സ്കൂളുകളിലാണ് നടക്കുന്നത്. ഒരാഴ്ചക്ക് 2 ദിവസം വീതമാണ് നടക്കുന്നത്. അത് ഒരുപാട് കുട്ടികൾ ക്ലാസ് അല്ലേ? ഒരാഴ്ചക്ക് 2 ദിവസം. എത്ര സമയം വരെ? അത് 1.5 മണിക്കൂർ 2 മണിക്കൂർ 1.5 മണിക്കൂർ കുട്ടികൾക്ക്. അതിന് പഞ്ചായത്ത് വക റീഫ്രഷ്നർ കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പഞ്ചായത്തും നമ്മുടെ ഗവൺമെന്റും ഇതിനു വേണ്ടിയിട്ട് വളരെയധികം പ്രയത്നിക്കുന്നുണ്ട്. അത് കുറെ ആൾക്കാർ അത് ഉപയോഗപ്പെടുത്തുന്നില്ല, ദുരുപയോഗപ്പെടുത്തുന്നു. ഇതിന് കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമല്ലേ കുട്ടികൾക്ക് അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവും. കഴിഞ്ഞ 4 ദിവസമായിട്ട് ടെക്നിക്കൽ സൈഡിൽ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ് ഇവര്. അപ്പൊ ഇവരോട് കുറച്ച് കാര്യങ്ങൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം. നമസ്കാരമുണ്ട്. നമസ്കാരം. പേരെന്ന് പറയാമോ? പ്രദീപ്. ശ്രീരാജ് അല്ലെ? ഇപ്പൊ കഴിഞ്ഞ 4 ദിവസമായിട്ട് നിങ്ങൾ ഇതിന്റെ കൂടെ തന്നെയുണ്ട് അല്ലെ? ഒന്ന് എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? നമ്മൾ ഈ വർഷം നടത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 800 പരം കുട്ടികളുണ്ടായിരുന്നു മത്സരിക്കാനായിട്ട്. അപ്പൊ നമ്മൾ ആദ്യം പ്രിലിമിനറി റൗണ്ടാണ് നടത്തിയിരുന്നത്. അപ്പൊ അതിൽ സെമി ഫൈനലിനും ഫൈനലിനും വേണ്ടിയിട്ടുള്ള കുട്ടികളെ സെലക്ട് ചെയ്തു. അങ്ങനെ ഒത്തിരി ആദ്യത്തെ 2-3 ദിവസം അങ്ങനെയാണ് നടത്തിയത്. അത് കഴിഞ്ഞ് സെലക്ഷൻ ചെയ്ത കുട്ടികളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഇത്തവണത്തെ ടൂർണമെന്റ് സ്പീഡാക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെലക്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾ മാത്രമാണ് ഇത്തവണ നമുക്ക് ഇന്ന് ഇവിടെ മത്സരിക്കുന്നത്. അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ തീരുമാനിക്കും ഫെഡറേഷനെ കണ്ടുപിടിക്കും. അങ്ങനെയാണ് ഇതിന്റെ ഇപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോഫ്റ്റ്വെയർ യൂസിട്ടാണ് ചെയ്തിട്ടുള്ളത്. എൻട്രീസ് ഒക്കെ ഓൺലൈൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഓൺലൈൻ എൻട്രീസ് ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് കുറെ കൂടെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ് വന്നിട്ടുള്ളത്. കാറ്റഗറി ഒക്കെ കറക്റ്റാണ്. വീണ്ടും കാറ്റഗറിയിലേക്ക് പോകുന്ന കുട്ടികളുടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് സോഫ്റ്റ്വെയർ റിവ്യൂ എടുക്കാനും അത് കറക്റ്റായിട്ട് തന്നെ റിപ്പോർട്ട് കൊടുക്കാനും പോയിന്റ് മനസ്സിലാക്കാനൊക്കെ ഈ സോഫ്റ്റ്വെയർ യൂസ്ഫുൾ ആണ്. പിന്നെ ഇന്നത്തെ മത്സരം എങ്ങനെയുണ്ടായിരുന്നു? മത്സരം വളരെ നല്ല രീതിയിലാണ് നടന്നു പോയത്. നമുക്ക് ഇപ്പം പെട്ടെന്ന് തന്നെ തീരുന്നുണ്ട്. നമ്മൾ അത്രയും പ്രതീക്ഷിച്ചതല്ല. നമ്മൾ ഉദ്ദേശിച്ചത് ഒരു രാത്രിയൊക്കെ ആവുന്ന പ്രതീക്ഷിച്ചത്. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു 6 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് കഴിയും. ഇത് മകരാണോ? ഇതിനും ഉണ്ടോ? കൂടുതലുണ്ട്. അപ്പൊ എന്തായാലും ഇതുപോലത്തെ ഓരോ വർക്കും ഒരുപാട് സഹായമായിട്ട് നിങ്ങൾക്ക് ഇനിയും ചെയ്യാനുള്ള കഴിവുണ്ടാകട്ടെ, അവസരം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായും കണ്ടുമുട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്.
ഇവിടുന്ന് സ്വർണ്ണ ഗോൾഡ് മെഡൽ വാങ്ങിയ കുറച്ച് കുട്ടികളുടെ എക്സ്പീരിയൻസ് നമുക്ക് ചോദിക്കാം. നമസ്കാരം മോള്, പേരെന്താ? എന്റെ പേര് നിരഞ്ജന, എവിടെയാ? പഴയങ്ങാടി. പഴയങ്ങാടി അല്ലേ? മോളുടെ പേര്? എന്റെ പേര് ആര്യ. എവിടെയാ? പയ്യന്നൂര്. പയ്യന്നൂര്. എന്റെ പേര് മാളവിക പ്ലാത്ര. മോള്? പ്രാർത്ഥന കണ്ടു. ഓക്കെ. പിന്നെ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ലത് തന്നെ. നമ്മളെ സ്വന്തമായി നമ്മൾ നിരന്തരമായി പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ നിമിഷം ഒരു ഗോൾഡ് എടുക്കാൻ പറ്റിയത്. തീർച്ചയായിട്ടും ഹാർഡ് വർക്ക് ചെയ്താൽ എന്തായാലും നമുക്ക് അതിന്റെ പ്രതിഫലം കിട്ടും അല്ലെ? അപ്പോ ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. പഠിക്കുന്നുണ്ടോ? ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 10 പഠിക്കുന്ന. ഓക്കെ. വേറെ എന്താണ് ആറ്റിറ്റ്യൂഡ്? ഞാൻ ഇത് കരാട്ടെ മാത്രം. കരാട്ടെ മാത്രം. എന്തായാലും ഭയങ്കര ഹാപ്പി അല്ലേ? ഗോൾഡ് മെഡൽ ഇത്രയും പേര് പങ്കെടുത്തതിൽ ഗോൾഡ് മെഡൽ വാങ്ങാൻ കഴിഞ്ഞതില് അല്ലേ? പിന്നെ ഹാപ്പി. കരാട്ടെ മാത്രമേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ എല്ലാവരും കരാട്ടയിലാണോ? കരാട്ടെ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്നത്. അതെ അല്ലേ? പിന്നെ വേറെ എന്തൊക്കെ അച്ചീവ്മെന്റ് ആണ് നേടിയിട്ടുള്ളത്? കഴിഞ്ഞ വർഷത്തില് നമ്മ സ്റ്റേറ്റ് ഗോൾഡ് മെഡലിസ്റ്റ്. അതും ഇതേപോലെ തന്നെ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് കിട്ടിയത്. തീർച്ചയായിട്ടും ഹാർഡ് വർക്ക് ചെയ്ത് അതിന്റെ ഫലം കിട്ടും. പിന്നെ ഇനി എന്താണ് ലക്ഷ്യം? നിങ്ങൾ എല്ലാവരും ഒന്ന് പറഞ്ഞോട്ടെ. സ്റ്റേറ്റ് മെഡൽ അടിക്കണം, നാഷണലിൽ പോകണം, പരമാവധി നാഷണൽ മെഡൽ അടിക്കാൻ മാക്സിമം അല്ലെ? എന്തായാലും എല്ലാവരുടെയും ആഗ്രഹം തന്നെയല്ലേ അല്ലെ? എന്തായാലും എല്ലാം ആഗ്രഹിച്ച പോലെ തന്നെ എല്ലാം നേടാനുള്ള അവസരം കഴിവും ഉണ്ടാവട്ടെ. പിന്നെ എന്റെ ഭാഗത്തുനിന്നും ആശംസയും സപ്പോർട്ടും നേരുന്നു. അപ്പൊ എന്തായാലും പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം. നന്ദി. കരാട്ട മാസ്റ്റർ സുമേഷ് ചടയത്തുണ്ട്. നമസ്കാരമുണ്ട്. നമസ്കാരം സുരേഷ്. എങ്ങനെയുണ്ട് ഇന്നത്തെ ആ പ്രോഗ്രാം? അതിമനോഹരമായിട്ട് അത്രയും കഷ്ടപ്പെട്ടിട്ട് 4 ദിവസമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. കണ്ണൂർ ജില്ലയിലെ പല ഭാഗത്തും കാട്ടാമ്പള്ളി, കതിരൂർ, പനച്ചാമ്പറമ്പ്. ഇന്ന് 4ാമത്തെ ദിവസം സെമി ഫൈനൽ നമ്മുടെ മുണ്ടിയാട് ഇൻഡസ്ട്രി എടുത്തിൽ മാറ്റി നടക്കാണ്. ടോട്ടലി 850ഓളം കുട്ടികൾ ഈ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നു. അപ്പൊ ഏകദേശം ആർക്കായിരിക്കും ഫസ്റ്റ്? അങ്ങനെ പ്രതീക്ഷ എന്നുള്ളതെന്ന് വെച്ചാൽ ATK സ്ഥലം തില കരാട്ടെ സ്കൂൾ പയ്യന്നൂരാണ്. കഴിഞ്ഞ വർഷം അവരാണ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ്. ഇപ്രാവശ്യവും അത് തന്നെയാണ്. കാരണം പോയിന്റ് അനുസരിച്ചിട്ട് അവരാണ് പോയിന്റിൽ മുന്നിൽ. 2ാം സ്ഥാനം കൂത്തുപറമ്പ് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെയുള്ള വേറൊരു ക്ലബ് ഉണ്ട്, അവരും വരുന്നുണ്ട് 2ാം സ്ഥാനത്ത്. ഇപ്പൊ ഇവിടെ ഇത് നമ്മൾ കഴിഞ്ഞ അടുത്ത പരിപാടി സ്റ്റേറ്റിലാണ്. അടുത്ത മാസം ഫസ്റ്റ് വീക്കിൽ എറണാകുളമോ അല്ല തിരുവനന്തപുരത്തോ കൺഫേം ആയില്ല. അവിടെ വെച്ച് നടക്കുന്ന സംസ്ഥാന കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ ഇതിൽ വിജയിക്കുന്ന 1ഉം 2ഉം സ്ഥാനം നേടിയ കുട്ടികളെ സംസ്ഥാന കരാട്ടെ ചാമ്പ്യൻഷിപ്പിലേക്ക് കൊണ്ടുപോകും. എന്തായാലും ഇത്രയും തിരക്കിനിടയ്ക്ക് 2 വാക്ക് എന്നോട് പറഞ്ഞതിൽ ഒരുപാട് നന്ദി. താങ്ക് യു. നമ്മളെ ഫ്രണ്ട്സാണ് വന്ന് എടുത്തതിൽ വളരെ സന്തോഷം. താങ്ക് യു. അപ്പൊ താങ്ക് യു. അപ്പോൾ കറാട്ടയുടെ കുറെ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു. കുറെ മാസ്റ്റേഴ്സിന്റെ ആ ഒരു നമുക്ക് കുറെ അറിവ് തന്നിട്ടുണ്ട്. അതുപോലെ എല്ലാ പേരൻസും അതുപോലെ കുട്ടികളും എല്ലാം കറാട്ട ഇതുപോലുള്ള കായിക അഭ്യാസങ്ങൾ പഠിക്കാൻ നോക്കണം. ഒരുപാട് ഭാവിയിൽ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണ്.
അപ്പോ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം എന്തായാലും കരാട്ടെ കുറിച്ച് കുറെ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു. അതുപോലെ ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാര്യങ്ങൾ. അപ്പൊ എല്ലാവരും ഒരുപാട് ഇതേപോലെയുള്ള കുഞ്ഞു മക്കൾക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം